Hello students, നമ്മുടെ ലാസ്റ്റ് കണ്ട പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് ഇതായിരുന്നു. If S is a basis of a vector space V, then S is the maximal linearly independent subset of V. S is the maximal linearly independent subset of V, and S is the minimal spanning set of V. S is the minimal spanning set of V. വെക്റ്റർ സ്പേസ് വിയുടെ ബേസിസ് ആണെങ്കിൽ എസ് എന്ന് പറയുന്നത് മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വി ആയിരിക്കും. ഓൾസോ എസ് എന്ന് പറയുന്നത് മിനിമൽ സ്പാനിങ് സെറ്റ് ആയിരിക്കും. ഇത് മൂന്നും ഈക്വലൻ കണ്ടീഷൻസ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി രണ്ട് കണ്ടീഷൻസും അതിൽ നിന്ന് പറയാം. ഈക്വലൻ കണ്ടീഷൻസ് ആണ്. ഓക്കെ, അതിൻ്റെ പ്രൂഫ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യങ്ങൾ പറയാം. അതാണ് കൊറോളറി ആയിട്ട് നമ്മൾ അടുത്തായിട്ട് പറയുക. ഇഫ് വി ഈസ് ഓഫ് ഡയമെൻഷൻ എൻ, ഇഫ് വി ഈസ് എ വെക്റ്റർ സ്പേസ് ഓഫ് ഡയമെൻഷൻ എൻ, ദാറ്റ് ഈസ് ഡൈം വി ഈക്വൽ ടു എൻ, then every subset containing more than n elements is linearly dependent, and every subset containing fewer than n elements cannot be a spanning set. അപ്പോൾ ഇതാണ് ഈ റിസൾട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡയമെൻഷൻ ഓഫ് വി, വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ പറയുന്നുണ്ട് n ആണ്. ദാറ്റ് ഈസ് അതിൻ്റെ ബേസിസിൽ n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. എസ് എന്ന് പറയുന്ന എസ് അതിൻ്റെ ബേസിസ് ആണെങ്കിൽ ആ എസ്സിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന റിസൾട്ട് അനുസരിച്ച് എസ് ബേസിസ് ആണെങ്കിൽ എസ് ആയിരിക്കും ആ വെക്റ്റർ സ്പേസിലെ മാക്സിമൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ്. എന്ന് പറഞ്ഞാൽ എസ്സിൽ n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, എസ് എന്ന് പറയുന്ന ബേസിസിൽ n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ ആ n നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ആ സെറ്റ് ആയിരിക്കും ആ വെക്റ്റർ സ്പേസിലെ മാക്സിമൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റ് ഒരിക്കലും എന്തായിരിക്കത്തില്ല? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കത്തില്ല. ക്ലിയർ ആണല്ലോ? കാരണം മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസിസ് ആണ്. ബേസിസിൽ എത്ര എലമെൻറ്റ്സേ ഉള്ളൂ? n എലമെൻറ്റ്സേ ഉള്ളെങ്കിൽ എന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റ് ഒരിക്കലും അതിൻ്റെ മാക്സിമൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആകത്തില്ല. എന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റ് ഒരിക്കലും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആകത്തില്ല. കാരണം മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ അത് എത്ര എലമെൻറ്റ്സേ ഉള്ളൂ? n എലമെൻറ്റ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റ് ഒരിക്കലും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആകത്തില്ല. അതേപോലെ തന്നെ സെക്കൻഡ് കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ എസ് ബേസിസ് ആണെങ്കിൽ അതിൻ്റെ മിനിമൽ സ്പാനിങ് സെറ്റ് ആണെന്നുള്ള പറഞ്ഞു. ബേസിസ് അതിൻ്റെ മിനിമൽ സ്പാനിങ് സെറ്റ്, വെക്റ്റർ സ്പേസിൻ്റെ മിനിമൽ സ്പാനിങ് സെറ്റാണ് അതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. അപ്പം ബേസിസിൽ n നമ്പർ ഓഫ് എലമെൻറ്റ്സേ ഉള്ളെങ്കിൽ എസ് എന്ന് പറയുന്ന n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ആ സെറ്റാണ് അതിൻ്റെ മിനിമൽ സ്പാനിങ് സെറ്റ്. അതിലും ചെറിയൊരു സ്പാനിങ് സെറ്റ് ആ വെക്റ്റർ സ്പേസിന് പറയാനില്ല. എന്ന് പറഞ്ഞാൽ അതിലും കുറച്ച് എലമെൻറ്റ്സ് ഉള്ള ഒരു സ്പാനിങ് സെറ്റ് ഒരിക്കലും നമുക്ക് ആ വെക്റ്റർ സ്പേസിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം ഏറ്റവും ചെറിയ സ്പാനിങ് സെറ്റാണ് ബേസിസ് എന്ന് പറയുന്നത്. അപ്പം ബേസിസിൽ n എലമെൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ എന്നിൽ കുറവ് എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റ് ഒരിക്കലും ആ വെക്റ്റർ സ്പേസിൻ്റെ സ്പാനിങ് സെറ്റ് ആകത്തില്ല. കാരണം ഏറ്റവും മിനിമൽ സ്പാനിങ് സെറ്റാണ് എസ് എന്ന് പറയുന്നത്, ബേസിസ് എന്ന് പറയുന്നത്. അതിൽ n നമ്പർ ഓഫ് എലമെൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ എന്നിൽ കുറവ് എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റ് ഒരിക്കലും ഈ വെക്റ്റർ സ്പേസിൻ്റെ സ്പാനിങ് സെറ്റ് ആയിരിക്കത്തില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ n ആണെങ്കിൽ ആ വെക്റ്റർ സ്പേസിലെ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ അകത്ത് എത്ര എലമെൻറ്റ്സ് കാണത്തുള്ളൂ? മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ അകത്ത് n നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാണത്തുള്ളൂ. ആ വെക്റ്റർ സ്പേസിലെ മിനിമൽ സ്പാനിങ് സെറ്റിൻ്റെ അകത്ത് എത്ര എലമെൻറ്റ്സ് കാണത്തുള്ളൂ? n നമ്പർ ഓഫ് എലമെൻറ്റ്സേ കാണത്തുള്ളൂ. അപ്പോൾ എന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ, വെക്റ്റർ സ്പേസിൽ എന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും. എന്നിൽ കുറവുള്ള ഒരു സെറ്റ് വെക്റ്റർ സ്പേസ് വിയിൽ എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റ് ഒരിക്കലും വെക്റ്റർ സ്പേസിൻ്റെ സ്പാനിങ് സെറ്റ് ആയിരിക്കത്തില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വി കൺസിഡർ എ തിയറം. ലെറ്റ് വി ബി എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ്. If W is a subspace of V, then W is also finite dimension, and dimension of W less than or equal to dimension of V. Moreover, we have dimension of W equal to dimension of V if and only if W equal to V. V എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്റ്റർ സ്പേസ് ആണെങ്കിൽ അതിൻ്റെ ഒരു സബ്സ്പേസ് ആണ് W എന്ന് പറയുന്നത്. V എന്ന് പറയുന്ന ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സ്പേസ് ആണ് W എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് W എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെന്ന് കാണിക്കണം. ആൻഡ് ഓൾസോ ഡബ്ല്യുവിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി ആയിരിക്കും. അതായത് വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെക്റ്റർ സ്പേസിൻ്റെ സബ്സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷനേക്കാളും കുറവോ ഈക്വൽ ആയിരിക്കും. ഒരു വെക്റ്റർ സ്പേസിൻ്റെ സബ്സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ആ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷനേക്കാളും കുറവോ
ഈക്വലോ ആയിരിക്കും. ഇനി അടുത്തതായിട്ട് ഡയമെൻഷൻ രണ്ടിൻ്റെയും ഒരു സബ് സ്പേസിൻ്റെയും ഒരു വെക്റ്റർ സ്പേസിൻ്റെയും ഡയമെൻഷൻ ഈക്വൽ ആകുവാണെങ്കിൽ ആ രണ്ട് സ്പേസുകളും സെയിം ആയിരിക്കും. അതാണ് അടുത്തായിട്ട് പറഞ്ഞത്. മോർ ഓവർ വി ഹാവ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി ഈഫ് ആൻഡ് ഓൺലി കണ്ടീഷനാണ് ഈഫ് ആൻഡ് ഓൺലി ഡബ്ല്യു ഈക്വൽ ടു വി. അപ്പോൾ ഒരു സബ് സ്പേസിൻ്റെ ഡയമെൻഷനും ഒറിജിനൽ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷനും എൻ്റയർ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷനും സെയിം ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പറയാം ആ രണ്ട് സ്പേസുകളും അല്ലെങ്കിൽ ആ സബ് സ്പേസ് എന്ന് പറയുന്നത് എൻ്റയർ വെക്റ്റർ സ്പേസ് തന്നെയായിരിക്കും, ഡബ്ല്യു ഈക്വൽ ടു വി തന്നെയായിരിക്കും. തിരിച്ചും ഡബ്ല്യു ഈക്വൽ ടു വി ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഡയമെൻഷൻ ഓഫ് വിയും സെയിം ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആണ്. പ്രൂഫിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം കാണിക്കുന്നത് ഡബ്ല്യുവിൻ്റെ ഡയമെൻഷൻ ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെന്ന് കാണിക്കണം. ആൻഡ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ലെസ് ആൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്നാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യും. സപ്പോസ് ദാറ്റ് വി ഈസ് ഓഫ് ഡയമെൻഷൻ n. So vector space in a dimension n ആണെന്ന് assume ചെയ്യാം. Suppose that v is of dimension n. If I is a linearly independent subset of w. If I is a linearly independent subset of w. W ൻ്റെ ഒരു linearly independent subset ആണ് ഏത് I എന്ന് പറയും. W ൻ്റെ ഒരു linearly independent subset ആണ് I എന്ന് പറയും. ക്ലിയർ ആണല്ലോ. ആൻഡ് എൻ്റെ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ നമ്മൾ എടുത്തിരിക്കുന്നത് ഡയമെൻഷൻ ഓഫ് v എന്ന് പറയുന്നത് n ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ n ആണെങ്കിൽ അതിലെ മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനകത്ത് എത്ര എലമെൻറ്റ്സേ കാണത്തുള്ളൂ? n എലമെൻറ്റ്സ് കാണത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ n ആണെങ്കിൽ ആ വെക്റ്റർ സ്പേസിലെ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനകത്ത് എത്ര എലമെൻറ്റ്സ് കാണത്തുള്ളൂ? n എലമെൻറ്റ്സ് കാണത്തുള്ളൂ. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. n ൽ കൂടുതൽ എലമെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ആ സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയി പോകും. സോ ഒരു വെക്റ്റർ സ്പേസ് ഡയമെൻഷൻ n ആണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്തെ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ അകത്ത് n എലമെൻറ്റ്സ് കാണത്തുള്ളൂ. I എന്ന് പറയുന്നത് ഈ വെക്റ്റർ സ്പേസിൽ തന്നെയുള്ള ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. സോ ഐക്കകത്ത് അങ്ങനെയാണെങ്കിൽ I എന്ന് പറയുന്ന സെറ്റിൽ അറ്റ്മോസ്റ്റ് എത്ര എലമെൻറ്റ്സ് വരാൻ ചാൻസ് ഉള്ളൂ? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഐയിൽ അറ്റ്മോസ്റ്റ് മാക്സിമം എത്ര എലമെൻറ്റ്സ് ഐയിൽ പോസിബിൾ ആകത്തുള്ളൂ? n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും മാക്സിമം ഐയിൽ ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് പറയും. എന്നിൽ കൂടി കഴിഞ്ഞാൽ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡ് ആവും. സോ ഐയിൽ വരാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് n ആയിരിക്കും. ഐയിൽ മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഐയിൽ ഉണ്ടാകാനുള്ള മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് n ആയിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഓക്കെ, ദെൻ ഐ ഹാസ് അറ്റ് മോസ്റ്റ് n എലമെൻറ്റ്സ്. ഓക്കെ ആണ് പറഞ്ഞത്. ഐ ഹാസ് അറ്റ് മോസ്റ്റ് n എലമെൻറ്റ്സ് എ മാക്സിമൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി W എന്ന് പറയുന്ന സബ് സ്പേസ് ആണ്. W സബ് സ്പേസ് എന്ന് പറയുന്നത് W ഈസ് ഓൾസോ വെക്റ്റർ സ്പേസ്. അപ്പോൾ ആ W എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൻ്റെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റാണ് I എന്ന് പറയുന്നത്. ക്ലിയർ ആണ്. അപ്പം അതിൽ എത്ര എലമെൻറ്റ്സേ മാക്സിമം വരാൻ ചാൻസ് ഉള്ളൂ? n നമ്പർ ഓഫ് എലമെൻറ്റ്സേ മാക്സിമം വരത്തുള്ളൂ. I എന്ന് പറയുന്ന സെറ്റിൽ മാക്സിമം വരാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഒരു വെക്റ്റർ സ്പേസിലെ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് അതിൻ്റെ ബേസിസ് ആയിരിക്കും. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ക്രൈറ്റീരിയൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു വെക്റ്റർ സ്പേസിലെ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് അതിൻ്റെ ബേസിസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ I എന്ന് പറയുന്ന ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ മാക്സിമൽ പോസിബിലിറ്റി എന്ന് പറയുന്നത് n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് അതിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത്. മാക്സിമം പോസിബിലിറ്റി പറയുന്നത് അതിൽ കൂടുതൽ ഒരിക്കലും I എന്ന് പറയുന്ന ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ അകത്ത് പോസിബിൾ. അപ്പം W എന്ന് പറയുന്ന സബ് സ്പേസ് എടുത്ത് കഴിയുമ്പോൾ അല്ലെ W എന്ന് പറയുന്ന വെക്റ്റർ സ്പേസ് എടുക്കുമ്പോൾ Wൽ ഉണ്ടാകാനുള്ള മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ അകത്ത് എത്ര എലമെൻറ്റ്സേ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ? മാക്സിമം പോയി കഴിഞ്ഞാൽ ആ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ അകത്ത് n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. ദാറ്റ് മീൻസ് Wൻ്റെ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറയുന്നതാണ് Wൻ്റെ ബേസിസ്. ഒരു വെക്റ്റർ സ്പേസിലെ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ബേസിസ് നമ്മൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയൻ യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് അത് വരാനുള്ള മാക്സിമം നമ്പർ ഓഫ് പോസിബിലിറ്റി എന്ന് പറയുന്നത് എത്രയേ വരത്തുള്ളൂ? n വരത്തുള്ളൂ. കാരണം എന്നിൽ കൂടി കഴിഞ്ഞാൽ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ n ആയതുകൊണ്ട് തന്നെ എന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റ് നമ്മൾ ഈ വെക്റ്റർ സ്പേസിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയി പോകും, ഇൻഡിപെൻഡൻ്റ് ആകത്തില്ല. അതുകൊണ്ട് തന്നെ W എന്ന് പറയുന്ന ഈ ഒരു വെക്റ്റർ സ്പേസിൽ അല്ലെങ്കിൽ ഒരു സബ് സ്പേസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ അകത്ത് അറ്റ്മോസ്റ്റ് n എലമെൻറ്റ്സേ പോസിബിൾ ആകത്തുള്ളൂ. അറ്റ്മോസ്റ്റ് അല്ലെങ്കിൽ മാക്സിമം n എലമെൻറ്റ്സേ പോസിബിൾ ആകത്തുള്ളൂ. സോ Wൻ്റെ ഒരു മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മാക്സിമം എത്ര എലമെൻറ്റ്സ് വരാൻ ചാൻസ് ഉള്ളൂ? n നമ്പർ ഓഫ് എലമെൻറ്റ്സ് വരാൻ ചാൻസ് ഉള്ളൂ. ആ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? Wൻ്റെ വെക്റ്റർ സ്പേസ് Wൻ്റെ ബേസിസ് എന്ന് വിളിക്കുന്നത്. സോ വെക്റ്റർ സ്പേസ് Wൻ്റെ ഒരു ബേസിസ് എടുത്തു കഴിഞ്ഞാൽ
ആ ബേസിസിൽ മാക്സിമം എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സേ വരാൻ ചാൻസ് ഉള്ളൂ? n നമ്പർ ഓഫ് എലമെൻറ്റ്സേ വരാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈമെൻഷൻ ഓഫ് w എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കും. ക്ലിയർല്ലേ? ആൻഡ് n ഈസ് ഈക്വൽ ടു ഡൈമെൻഷൻ ഓഫ് v, ദറ്റ് ഈസ് n എന്ന് പറയുന്നത് ഡൈമെൻഷൻ ഓഫ് v യോട് ഈക്വൽ ആണ്. സോ വി ഗെറ്റ് ഡൈമെൻഷൻ ഓഫ് w ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡൈമെൻഷൻ ഓഫ് v. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇപ്പം w എന്ന് പറയുന്നതിൻ്റെ ഡൈമെൻഷൻ ലെസ് ആൻ ഓർ ഈക്വൽ ടു ആണ്. സോറി ഡൈമെൻഷൻ ഓഫ് w എന്ന് പറയുന്നത് ലെസ് ആൻ ഓർ ഈക്വൽ ടു n ആണ്. അതുകൊണ്ട് തന്നെ w എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡൈമെൻഷൻ വെക്റ്റർ സ്പേസ് ആണെന്ന് കിട്ടി. അതോടൊപ്പം തന്നെ ഡൈമെൻഷൻ ഓഫ് w ലെസ് ആൻ ഓർ ഈക്വൽ ടു ഡൈമെൻഷൻ ഓഫ് v ആണെന്ന് കിട്ടി. ഇനി അടുത്തായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡൈമെൻഷൻ ഓഫ് v ഈക്വൽ ടു ഡൈമെൻഷൻ ഓഫ് w ആണെങ്കിൽ ഈ ഫാൻഡോളിൽ w ഈക്വൽ ടു v എന്നുള്ള കേസാണ് പ്രൂവ് ചെയ്യുന്നത്. സപ്പോസ് ഡൈമെൻഷൻ ഓഫ് w ഈക്വൽ ടു ഡൈമെൻഷൻ ഓഫ് v വിച്ച് ഇസ് ഈക്വൽ ടു n, അങ്ങനെയാണെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ബി എന്ന് പറയുന്നത് ഡബ്ല്യുവിൻ്റെ ഒരു ബേസ് ആണ്. മാക്സിമൽ സച്ച് സെറ്റ്, ആ മാക്സിമൽ സച്ച് സെറ്റ് ബി അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ പറഞ്ഞപ്പോൾ ഇവിടെ ആ മാക്സിമൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഞാൻ ബി എന്ന് വിളിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു ഡബ്ല്യുവിൻ്റെ മാക്സിമൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന്, ആ മാക്സിമൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഞാൻ ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞു ബി എന്ന് പറയുന്നത് ഡബ്ല്യുവിൻ്റെ ഒരു ബേസ് ആണെന്ന് ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. അപ്പം ബി എന്ന് പറയുന്നത് ഡബ്ല്യുവിൻ്റെ ഒരു ബേസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ബി എന്ന് പറയുന്നത് ഡബ്ല്യുവിൻ്റെ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനെയാണ് ഞാൻ ബി എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഇസ് എ ബേസിസ്. സോ ബി ഈസ് ദ ബേസിസ് ഓഫ് ഡബ്ല്യു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ അസംഷൻ അനുസരിച്ച് ഡൈമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് ഈക്വൽ ടു ഡൈമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു ഡൈമെൻഷൻ ഓഫ് വി എന്നോട് ഈക്വൽ ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു n, അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്നത് ഓൾറെഡി ബി എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് വിയുടെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് തന്നെയാണല്ലോ. ബി എന്ന് പറയുന്നത് ബേസ് ആണ്. സോ ദാറ്റ്സ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ്, മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് ഡബ്ല്യു എന്നാണ് നമുക്ക് കിട്ടിയത്. സോ ക്ലിയർലി ബി എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് വിയിലുള്ള ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് തന്നെയാണ്. സോ ക്ലിയർലി ബി ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വി. ബി ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വി, ബേസിസ് ആണ്. സോ ക്ലിയർലി ബി ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വി. അവൻ്റെ അകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഡൈമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു n ആണെന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ ഡബ്ല്യുവിൻ്റെ ബേസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് നമുക്ക് ഇവിടെ കിട്ടി? n എലമെൻറ്റ്സ് ഉണ്ട്. സോ ബിക്കകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? n എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, ഹാവിങ് n എലമെൻറ്റ്സ്. സോ ബി ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വി ഹാവിങ് n എലമെൻറ്റ്സ്. നേരത്തെ നമ്മൾ റിസൾട്ട് പഠിക്കുന്നുണ്ട്, ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഡൈമെൻഷൻ n ആണെങ്കിൽ ആ വെക്റ്റർ സ്പേസിൽ n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഏത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ആ സെറ്റ് ആ വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് ആയിട്ട് മാറും. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്, ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഡൈമെൻഷൻ n ആണെങ്കിൽ ആ വെക്റ്റർ സ്പേസിൽ n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഏത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്തു കഴിഞ്ഞാലും ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആ വെക്റ്റർ സ്പേസിൻ്റെ ഡൈമെൻഷൻ വെക്റ്റർ ബേസിസ് ആയിട്ട് മാറും. ഇവിടെ നമുക്ക് കിട്ടി ബി എന്ന് പറയുന്നത് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. അതിൻ്റെ അകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെന്ന് കിട്ടി. സോ നമുക്ക് പറയാം ഡൈമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് n ആണ്, വെക്റ്റർ സ്പേസിൻ്റെ ഡൈമെൻഷൻ n ആണ്. ബി എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്, അതിൻ്റെ അകത്ത് n എലമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പറഞ്ഞ റിസൾട്ട് അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ഈ ബി എന്ന് പറയുന്ന സെറ്റ് ഈ വെക്റ്റർ സ്പേസ് വിയുടെ ബേസിസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ബി ഓൾറെഡി ഡബ്ല്യുവിൻ്റെ ബേസിസ് ആയിരുന്നു. ഈ ഒരു കേസിൽ നമുക്ക് എന്ത് കിട്ടി? ബി എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് വിയുടെയും ബേസിസ് ആണെന്ന് കിട്ടി. അപ്പം ബി വെക്റ്റർ സ്പേസ് വിയുടെ ബേസിസ് ആയതുകൊണ്ട് തന്നെ സ്പാൻ ബി എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെക്റ്റർ സ്പേസ് വി കിട്ടും. അതിന് ഓൾറെഡി ബി എന്ന് പറയുന്നത് ഡബ്ല്യുവിൻ്റെ ബേസിസ് ആയിരുന്നു. സോ ബി ഡബ്ല്യുവിൻ്റെ ബേസ് ആയതുകൊണ്ട് തന്നെ സ്പാൻ ബി എടുക്കുമ്പോൾ ഡബ്ല്യു എന്നും കിട്ടും. ബി ഡബ്ല്യുവിൻ്റെ ബേസ് ആയതുകൊണ്ട് തന്നെ സ്പാൻ ബി ഡബ്ല്യു എന്ന് കിട്ടും. ഇവിടെ നമുക്ക് കിട്ടി ബി എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് വിയുടെ ബേസ് ആണ്, അതുകൊണ്ട് തന്നെ സ്പാൻ ബി വി ആണെന്ന് കിട്ടും. സോ സ്പാൻ ബി ഈക്വൽ ടു വി, സ്പാൻ ബി ഈക്വൽ ടു ഡബ്ല്യു. ലെഫ്റ്റ് സൈഡ് സെയിം ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? വി ഈക്വൽ ടു ഡബ്ല്യു ആയിരിക്കും. അപ്പോൾ ഡൈമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു ഡൈമെൻഷൻ ഓഫ് വി ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? വിയും ഡബ്ല്യു സെയിം ആണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? Then by using the previous result, then span b equal to v. Since b is already base of w, we get span b equal to w, hence we get w equal to v. തിരിച്ചു നമുക്ക് ഈസിയാണ്. തിരിച്ചുള്ള കേസ് എന്താണ്? വിയും ഡബ്ല്യുവും സെയിം ആണെങ്കിൽ തിരിച്ച് അസ്യൂം ചെയ്യുന്നത് കോൺവേഴ്സ് പാർട്ട് അസ്യൂം ചെയ്യുക, വി ഈക്വൽ ടു ഡബ്ല്യു. വി ഈക്വൽ ടു ഡബ്ല്യു ആണെങ്കിൽ നമുക്ക് എന്തറിയാം? ഡൈമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നു, ഡൈമെൻഷൻ ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നു സെയിം ആയിരിക്കും. തിരിച്ചുള്ളത് പെട്ടെന്ന് തന്നെ ക്ലിയർ ആണ്. ഡൈമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു ഡൈമെൻഷൻ ഓഫ് വി ആണെന്ന് പറയാം കോൺവേഴ്സ് പാർട്ട്. ഓക്കെ,
അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു സബ് സ്പേസിൻ്റെ ഡയമെൻഷൻ ആ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷനേക്കാളും കുറവോ ഈക്വലോ ആയിരിക്കും. ഇനി സബ് സ്പേസിൻ്റെ ഡയമെൻഷനും വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷനും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പറയാം ആ സബ് സ്പേസ് എന്ന് പറയുന്നത് ആ എൻറ്റയർ വെക്റ്റർ സ്പേസ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ കൺസിഡർ സം എക്സാമ്പിൾസ്. Consider the real vector space R2. Consider the real vector space R2. Then R2 over the field R. So dimension of R2 എത്രയാണെന്ന് നമുക്കറിയാം. ഡൈം R2 എന്ന് പറയുന്നത് 2 ആണ് വരിക. അതിൻ്റെ ബേസിസിൽ 2 നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2 ആണ്. ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്ടർ സ്പേസ് ആണ്. സപ്പോസ് W ഈസ് എ സബ് സ്പേസ് ഓഫ് R2. ഇനി നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്നത് R2വിൻ്റെ സബ് സ്പേസിൻ്റെ പോസിബിലിറ്റിയെ പറ്റി, അതിൻ്റെ ഡയമെൻഷൻ്റെ പോസിബിലിറ്റിയെ പറ്റിയാണ്. അപ്പോൾ R2 എന്ന് പറയുന്ന വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ 2 ആണ്. അതുകൊണ്ട് തന്നെ W എന്ന് പറയുന്നത് R2വിൻ്റെ ഒരു സബ് സ്പേസ് ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് W എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് R2 ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു R2വിനേക്കാളും കുറവോ ഈക്വൽ ആയിരിക്കും. സോ R2വിൻ്റെ ഡയമെൻഷൻ 2 ആയതുകൊണ്ട് തന്നെ ഡയമെൻഷൻ ഓഫ് Wൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഏതൊക്കെ വരാം? 0 വരാം, 1 വരാം, മാക്സിമം പോയാൽ 2 വരെ വരാം. അപ്പോൾ ഇത്രയും പോസിബിലിറ്റിയാണ് R2വിൻ്റെ ഒരു സബ് സ്പേസിൻ്റെ ഡയമെൻഷൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത്. R2വിൻ്റെ സബ് സ്പേസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ പോസിബിലിറ്റി എന്ന് പറയുന്നത് 0 വരാം, 1 വരാം, 2 വരാം. ഇനി ഓരോ കേസിലും നമ്മൾ ആ സബ് സ്പേസ് എന്താണെന്നാണ് അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത്. ഇഫ് ഡയമെൻഷൻ ഓഫ് W ഈക്വൽ ടു 0 ആണെങ്കിൽ R2വിൻ്റെ ഒരു സബ് സ്പേസ് ആണ് W, അതിൻ്റെ ഡയമെൻഷൻ 0 ആണെങ്കിൽ, ഡയമെൻഷൻ 0 ആണെന്ന് പറഞ്ഞാൽ ആ സബ് സ്പേസ് ഏതായിരിക്കും? R2വിൻ്റെ സബ് സ്പേസ് അത് ഏതായിരിക്കും? W ഈസ് സിംഗിൾട്ടൺ സെറ്റ് 0 0 0 സബ് സ്പേസ് ആയിരിക്കും അല്ലേ? ആൻഡ് ക്ലിയർലി W ഈസ് സിംഗിൾട്ടൺ സെറ്റ് 0 0. ഇഫ് ഡയമെൻഷൻ ഓഫ് W ഈക്വൽ ടു 2, ഡയമെൻഷൻ ഓഫ് W ഈക്വൽ ടു 2, അതായത് ഡയമെൻഷൻ ഓഫ് W സബ് സ്പേസിൻ്റെ ഡയമെൻഷനും ഒറിജിനൽ വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷനും സെയിം ആണെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആ സബ് സ്പേസ് അപ്പോൾ എന്ത് തന്നെയായിരിക്കും? സബ് സ്പേസ് എന്ന് പറയുന്നത് എൻറ്റയർ വെക്ടർ സ്പേസ് R2 തന്നെയായിരിക്കും. ഇനി അടുത്ത പോസിബിലിറ്റി ഏതായിരുന്നു? ഡയമെൻഷൻ ഓഫ് W ഈക്വൽ ടു 1. ഡയമെൻഷൻ ഓഫ് W ഈക്വൽ ടു 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Wൻ്റെ ബേസിസിൽ ആകെ ഒരേ ഒരു എലമെൻറ്റേ ഉള്ളൂ. Wൻ്റെ ബേസിസിൽ ആകെ ഒരേ ഒരു എലമെൻറ്റേ ഉള്ളൂ. അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ അതൊരു നോൺ സീറോ എലമെൻ്റ് ആയിരിക്കും. ദെൻ W ഹാസ് എ ബേസിസ് വിത്ത് എ നോൺ സീറോ എലമെൻറ്റ്. ക്ലിയർ ആണല്ലോ? സോ ദറ്റ് ഈസ് W എന്ന് പറയുന്നത് ഈസ് ഓഫ് ദ ഫോം സെറ്റ് ഓഫ് ഓൾ lambda into x comma y സോ അതിൻ്റെ ബേസിസ് Wൻ്റെ ബേസിസ് ആ ഒരു കേസിൽ Wൻ്റെ ബേസിസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഓഫ് ദ ഫോം, അതായത് ഡയമെൻഷൻ ഓഫ് W ഈക്വൽ ടു 1 ആകുന്ന കേസിൽ Wൻ്റെ ബേസിസിൻ്റെ ഫോം എന്ന് പറയുന്ന ഒരേ ഒരു എലമെൻറ്റേ ഉള്ളൂ. സം സിംഗിൾട്ടൺ സെറ്റ് x comma y ഫോം ആയിരിക്കും വിത്ത് XY നോട്ട് ഈക്വൽ ടു 0 0, നോൺ സീറോ എലമെൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആയിരിക്കും, ഒരു വെക്ടർ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇതായിരിക്കും ഡയമെൻഷൻ ഓഫ് W ഈക്വൽ ടു 1 ആകുന്ന കേസിൽ Wൻ്റെ ബേസിസ് ഫോം എന്ന് പറയുന്നത് സിംഗിൾട്ടൺ സെറ്റ് ഓർഡേഡ് പെയർ x comma y where x comma y നോട്ട് ഈക്വൽ ടു 0 0. ഇതായിരിക്കും ബേസിസിൻ്റെ ഫോം. അങ്ങനെയാണെങ്കിൽ W എന്ന് പറയുന്നത് എന്താണ്? W എന്ന് പറയുന്നത് സ്പാൻ B ആണ് അല്ലേ? B ബേസിസ് ആണെങ്കിൽ W എന്ന് പറയുന്നത് സ്പാൻ B ആണ്. സോ ദാറ്റ് ഈസ് set of all in the spanning set എടുത്തു കഴിഞ്ഞാൽ that is the set of all lambda into x comma y with the lambda belongs to scalars real numbers ആണ്, with the lambda belongs to such that lambda belongs to R. That is equal to set of all lambda x comma lambda y such that lambda belongs to R. അത് ശരിക്കും എന്താണ്? There is a line passing through ordered pair xy and 0 0. xy എന്ന് പറയുന്ന പോയിന്റിലൂടെയും 0 0 എന്ന് പറയുന്ന സീറോ വെക്ടറിലൂടെയും പാസ് ചെയ്യുന്ന ഒരു ലൈനിൻ്റെ ഫോമാണ്. So W is the line passing through xy and 0 0. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഓഫ് W ഈക്വൽ ടു 0 ആണെങ്കിൽ കറസ്പോണ്ടിങ് സബ് സ്പേസ് എന്ന് പറയുന്നത് 0 സബ് സ്പേസ് ആണ്. ഡയമെൻഷൻ ഓഫ് W ഈക്വൽ ടു 1 ആണെങ്കിൽ സബ് സ്പേസ് എന്ന് പറയുന്നതിൻ്റെ ഫോം ഒരു ലൈനാണ്, ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഫോം ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് W ഈക്വൽ ടു 2 ആണെങ്കിൽ വി ഗെറ്റ് ദാറ്റ് സബ് സ്പേസ് ഈസ് ദ എൻറ്റയർ വെക്ടർ സ്പേസ് R2. ക്ലിയർ ആണല്ലോ? ഇനി ഇതേപോലെ തന്നെ അടുത്തത് R3യിലേക്ക് പോയി കഴിഞ്ഞാൽ റിയൽ വെക്ടർ സ്പേസ് R3 ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 3 ട്യൂപ്പിൾസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെയും സ്കെലാർ ഫീൽഡ് എന്ന് പറയുന്നത് റിയൽ ലൈൻ തന്നെയാണ്. അപ്പോൾ അവിടെയും നമ്മുടെ Wൻ്റെ പോസിബിലിറ്റി സബ് സ്പേസ് W എന്ന് പറയുന്ന R3യുടെ സബ് സ്പേസ് ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് Wൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് R3യുടെ ഡയമെൻഷൻ നമുക്കറിയാം. ഡയമെൻഷൻ ഓഫ് R3 ഈസ് 3. അതുകൊണ്ട് തന്നെ ഡയമെൻഷൻ ഓഫ് W എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കും. സോ ഡയമെൻഷൻ ഓഫ് Wൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 0 വരാം, 1 വരാം, 2 വരാം, 3 വരെ വരാം, മാക്സിമം 3 വരെ വരാം. ഇനി ഓരോ കേസിലും ആ സബ് സ്പേസ് എന്താണെന്ന് നമ്മളിന്ന് പറയാം. ഡയമെൻഷൻ ഓഫ് W ഈക്വൽ ടു 0 ആണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡയമെൻഷൻ ഓഫ് W 0 ആണെന്ന് പറഞ്ഞാൽ ആ സബ് സ്പേസ് W എന്തായിരിക്കും? ആ വെക്ടർ സ്പേസിലെ 0 സബ് സ്പേസ് ആയിരിക്കും അല്ലേ? ദാറ്റ് ഈസ് W ഈസ് സെറ്റ് ഓഫ് ഓൾ, ദാറ്റ് ഈസ് W ഈസ് സിംഗിൾട്ടൺ സെറ്റ് 3 ട്യൂപ്പിൾ 0 0 0 ആയിരിക്കും W എന്ന് പറയും.
ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു 3 ആകുന്ന കേസിൽ എന്ന് പറഞ്ഞാൽ സബ് സ്പേസിൻ്റെ ഡയമെൻഷനും എൻ്റയർ വെക്ടർ സ്പേസ് R3 ഡയമെൻഷനും സെയിം ആയി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എന്ത് തന്നെയായി R3 തന്നെയായി ആ കേസ്. ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു 2 ആകുന്ന കേസിൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു R3ക്ക് 3 പോസിബിലിറ്റി, R3യുടെ സബ് സ്പേസിൻ്റെ പോസിബിലിറ്റീസ് ഓൾറെഡി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അത് ഒന്നെങ്കിൽ R3യുടെ സബ് സ്പേസ് കൺസിഡർ ചെയ്യുമ്പോൾ R3 സബ് സ്പേസ് എന്ന് പറയുന്നത് R3 തന്നെയാകാം, അല്ലെങ്കിൽ 0 സബ് സ്പേസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു പ്ലെയിൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആകാം, അല്ലെങ്കിൽ അതൊരു ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആവും. ഓക്കെ, ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു 2 ആകുന്ന കേസിൽ നിങ്ങൾ നേരത്തെ നമ്മൾ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു 1 ആകുന്ന കേസിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ അകത്ത് 2 എലമെൻറ്റ് മാത്രം, ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു 1 ആകുന്ന കേസിൽ ഒരു എലമെൻറ്റ് മാത്രമേ അതിൻ്റെ ബേസിസിൽ ഉണ്ടായിരിക്കത്തുള്ളൂ, ഡബ്ല്യുവിൻ്റെ ബേസിസിൽ അത് നോൺ സീറോ എലമെൻറ്റ് ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു 2 ആകുന്ന കേസിൽ ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഡയമെൻഷൻ ഡബ്ല്യു ഈക്വൽ ടു 2 ആകുന്ന കേസിൽ ഡബ്ല്യുവിൻ്റെ ബേസിസിൽ 2 എലമെൻറ്റ് ഉണ്ടായിരിക്കും, അതും നോൺ സീറോ എലമെൻറ്റ്സ് ആയിരിക്കും. സീറോ എലമെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിപ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതും ഒരു നോൺ സീറോ എലമെൻറ്റ് ആയിരിക്കണം, രണ്ട് എലമെൻറ്റ്സും നോൺ സീറോ എലമെൻറ്റ്സ് ആയിരിക്കും. അതാണ് ഡയമെൻഷൻ ഡബ്ല്യു ഈക്വൽ ടു ആകുന്ന കേസ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ഡബ്ല്യുവിൻ്റെ ബേസിസ്, ഡയമെൻഷൻ ഡബ്ല്യു ഈക്വൽ ടു ആകുന്ന കേസിൽ ഡബ്ല്യുവിൻ്റെ ബേസിസ് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എഴുതി നോക്കാം. ബേസിസിൻ്റെ ഫോം എന്ന് പറയുന്നത് സപ്പോസ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ സം x1, y1, x2, y2. ഇതായിരിക്കും ബേസിസിൻ്റെ ഫോം എന്ന് പറയുന്നത് ഡയമെൻഷൻ ഡബ്ല്യു ഈക്വൽ ടു ആകുന്ന കേസ്. വേറെ x1, y1 നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് ഓൾസോ x2, y2 എന്ന് പറയുന്നു നോട്ട് ഈക്വൽ ടു 0, 0 ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും ആ ബേസിസിൻ്റെ ഫോം എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്പാൻ ബി ഡബ്ല്യു, ആ ഒരു കേസിൽ ഡയമെൻഷൻ ഡബ്ല്യു ഈക്വൽ ടു ആകുന്ന കേസിൽ ബേസിസിൻ്റെ ഫോം ഇതായിരിക്കും. അങ്ങനെയാണ് ഡബ്ല്യു എന്ന് പറയുന്നത് സ്പാൻ ബി ആണ്, നമുക്കറിയാം സ്പാൻ ബി ആണ്. സോ സ്പാൻ ബി ദറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ സം ലാംഡ ഇൻറ്റു x1, y1 പ്ലസ് മ്യൂ ഇൻറ്റു x2, y2 പെർ ലാംഡ മ്യൂ എലമെൻറ്റ് ഓഫ് R. ഇതായിരിക്കും സ്പാനിങ് സെറ്റിൻ്റെ ഫോം എന്ന് പറയും. അപ്പോൾ ഇത് വേണം നിങ്ങൾക്ക് എഴുതി നോക്കാം. ഇത് വേണം ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ലാംഡ x1 പ്ലസ് മ്യൂ x2 ലാംഡ y1 പ്ലസ് മ്യൂ y2 ടു ട്രിപ്പിൾ ഫോം പെർ ലാംഡ മ്യൂ എലമെൻറ്റ് R. ഇതായിരിക്കും സ്പാനിങ് സെറ്റ് എടുക്കുക. ദറ്റ് ഈസ് ഡബ്ല്യുവിൻ്റെ ഫോം ഇതായിരിക്കും സെറ്റ് ഓഫ് ഓൾ ടു ട്രിപ്പിൾ ലാംഡ x1 പ്ലസ് മ്യൂ x2 ലാംഡ y1 പ്ലസ് മ്യൂ y2 ലാംഡ മ്യൂ എലമെൻറ്റ് ഓഫ് R. ഇതായിരിക്കും ഡബ്ല്യുവിൻ്റെ ഫോം എന്ന് പറയുന്നത്. സോ ഇതെന്താണ് ശരിക്കും? ദിസ് ഇസ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ ഒറിജിൻ കണ്ടെയ്നിങ് ദ പോയിൻറ്റ്സ് x1, y1 ആൻഡ് x2, y2. It's a plane passing through origin containing the points x1, y1 and x2, y2. That means dimension of w equal to 2 ആകുന്ന കേസിൽ സബ് സ്പേസിൻ്റെ ഫോം എന്ന് പറയുന്ന ഒരു പ്ലെയിൻ ആയിരിക്കും. കണ്ടെയ്നിങ് ദ ഒറിജിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്ലെയിൻ ആയിരിക്കും സബ് സ്പേസ് ഫോം എന്ന് പറയും. ഇനി ഇതേപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു 1 ആകുന്ന കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയമെൻഷൻ ഡബ്ല്യു ഈക്വൽ ടു 1 ആകുന്ന കേസിൽ സബ് സ്പേസിൻ്റെ ഫോം എന്ന് പറയുന്നത് ഒരു ലൈൻ ആയിരിക്കും പാസിംഗ് ത്രൂ ഒറിജിൻ, പാസിംഗ് ത്രൂ 0, 0, 0, 300 പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഫോം ആയിരിക്കും സബ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, so next we consider another question. Another question ആയിട്ട് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. If V is a vector space with dimension of V equal to 10 and x and y are subspaces of V with the dimension of V equal to 8 and dimension of y equal to dimension of x equal to 8, dimension of y equal to 9, then the smallest possible value of dimension of x intersection y is 7. അത് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കുക. അപ്പോൾ V എന്ന് പറയുന്ന വെക്ടർ സ്പേസ് അതിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ഡയമെൻഷൻ ഓഫ് V എന്ന് പറയുന്നത് 10 ആണ്. എക്സും വൈയും ഈ വിയുടെ രണ്ട് സബ് സ്പേസുകളാണ്. എക്സും വൈയും വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിൻ്റെ രണ്ട് സബ് സ്പേസുകളാണ്. അതുകൊണ്ട് തന്നെ ഡയമെൻഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആയിരിക്കും. ഇവിടെ രണ്ടിനും ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ഡയമെൻഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നതാണ്. ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുണ്ട്? 8 തന്നിട്ടുണ്ട്. ഡയമെൻഷൻ ഓഫ് വൈ ഈക്വൽ ടു 9 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻ്റർസെക്ഷൻ വൈ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എക്സും വൈയും സബ് സ്പേസ് ആണെങ്കിൽ എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്ന് പറയും സബ് സ്പേസ് ആണെന്ന് പഠിച്ചതാണ്. എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്നുള്ള സബ് സ്പേസ് കൺസിഡർ ചെയ്യുമ്പോൾ എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്ന് പറയുന്ന സബ് സ്പേസിൻ്റെ ഡയമെൻഷൻ്റെ സ്മോളസ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് 7 ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈയുടെ സ്മോളസ്റ്റ് പോസിബിലിറ്റി, ഏറ്റവും ചെറിയ പോസിബിലിറ്റി, ഡയമെൻഷൻ വരാനുള്ള ഏറ്റവും മിനിമം പോസിബിലിറ്റി എന്ന് പറയുന്നത് എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്ന് പറയുന്ന സബ് സ്പേസിൻ്റെ ഡയമെൻഷൻ്റെ മിനിമം പോസിബിലിറ്റി എന്ന് പറയുന്നത് 7 ആയിരിക്കും. മിനിമം പോസിബിലിറ്റി എന്ന് പറയുന്നത് 7 ആയിരിക്കും. അപ്പോൾ അതാണ് നമുക്കൊന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അടുത്തായിട്ട് സോ
let v1 v2 etc vp is a basis of x intersection y. v1 v2 etc vp is a basis of x intersection y. x intersection yയുടെ ബേസിസ് ആണ്. അപ്പോൾ അതിൻ്റെ ബേസിസ് നമുക്കറിയില്ല. എക്സ് ഇൻറ്റർസെക്ഷൻ വൈയുടെ ബേസിസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് മിനിമം പോസിബിലിറ്റിയാണ്. ഈ ബേസിൽ എത്ര മിനിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ബേസ്, അത് 7 ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ എക്സ് ഇൻറ്റർസെക്ഷൻ വൈയുടെ ബേസിസ് ഞാൻ എടുത്തു v1 v2 etc vp എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ v1 v2 etc vp എന്ന് പറയുന്നത് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇൻ എക്സ് ആയിരിക്കും ആൻഡ് ഓൾസോ ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇൻ വൈ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇൻ എക്സ് ആണ്. ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇൻ, ഫസ്റ്റ് നമുക്കത് കൺസിഡർ ചെയ്യാം. ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇൻ എക്സ് ആണ്. ക്ലിയർ ആണല്ലോ? നമുക്കറിയാം ഒരു എക്സ് ബേസിസ് ആണ്, അതുകൊണ്ട് തന്നെ വെക്റ്റർ സ്പേസ് ആണ്. അപ്പോൾ ഒരു വെക്റ്റർ സ്പേസിൽ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനെ നമുക്ക് അതിൻ്റെ ബേസിസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലേക്ക് കൂടുതൽ എലമെൻറ്റ്സിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിൻ്റെ ബേസിസ് ആക്കി മാറ്റാം. നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. അപ്പോൾ v1 v2 etc vp എന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിലെ അല്ലെ സബ് സ്പേസിൻ്റെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലേക്ക് കൂടുതൽ എലമെൻറ്റ്സിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് എനിക്ക് ഈ സെറ്റിനെ ഈ വെക്റ്റർ സ്പേസിൻ്റെ എക്സിൻ്റെ ബേസിസ് ആയിട്ട് മാറ്റാം. ഹെൻസ് ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു ഫോം എ ബേസിസ് ഫോർ എക്സ്. സോ ദാറ്റ് ഈസ് ഓഫ് ദ ഫോം. എക്സിൻ്റെ ഏത് കളക്ഷനാണ് വി കൺസിഡർ സെറ്റ് v1 v2 etc vp. then അതിലേക്ക് കൂടുതൽ എലമെൻറ്റ്സ് കൂട്ടിച്ചേർത്ത എലമെൻറ്റ്സാണ് vp+1 vp+2 etc v8. കാരണം എക്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം 8, അതുകൊണ്ട് തന്നെ ബേസിസിൽ എത്ര എലമെൻറ്റ്സ് കാണത്തുള്ളൂ? 8 എലമെൻറ്റ്സേ ഉള്ളൂ. സോ v1 v2 etc vp എന്ന് പറയുന്ന എലമെൻറ്റ്സിലേക്ക് ഞാൻ കൂട്ടിച്ചേർത്ത എലമെൻറ്റ്സാണ് vp+1 vp+2 etc v8. സോ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ഇതാണ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഫോം ചെയ്ത സെറ്റ് എന്ന് പറയുന്നത്. ഇത്രയും എലമെൻറ്റ്സാണ് നമ്മൾ കൂട്ടിച്ചേർത്തത് ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലേക്ക്. അപ്പോൾ ഇതായിരിക്കും എക്സിൻ്റെ ബേസിസ്. ക്ലിയർ ആണല്ലോ? ആകെ 8 എലമെൻറ്റ്സേ ഉള്ളൂ അതിൻ്റെ അകത്ത്. ഓക്കെ, അതനുസരിച്ച് നമ്മൾ എഴുതിയിരിക്കും. സിമിലർലി ഇതേപോലെ നമുക്ക് വൈയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ v1 v2 etc vp എന്ന് പറയുന്നത് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇൻ വൈയുമാണ്. ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇൻ വൈ ആണ്. വൈയുടെ ഡയമെൻഷൻ 9 ആണ്. ഇതേ കേസ് തന്നെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിന് നമുക്ക് ആ വെക്റ്റർ സ്പേസിൻ്റെ സബ് സ്പേസ് വൈയുടെ ബേസിസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, അതിലേക്ക് കൂടുതൽ എലമെൻറ്റ്സ് കൂട്ടിച്ചേർത്തുകൊണ്ട്. സോ ഹെൻസ് ദിസ് can be extended to form a basis for y, that is of the form v1 v2 etc vp ഞാൻ കൂട്ടിച്ചേർക്കുന്ന എലമെൻറ്റ്സ് wp+1 wp+2 etc w8 wp+1 wp+2 etc w8 അല്ല സോറി 9 w9. ഡയമെൻഷൻ ഓഫ് y 9 ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ബേസിസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 9 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത സെറ്റിൻ്റെ ഫോം v1 v2 etc vp, ദെൻ കൂട്ടിച്ചേർത്ത എലമെൻറ്റ്സ് wp+1 wp+2 etc w9 വരെയുള്ള എലമെൻറ്റ്സ് ആണ് കൂട്ടിച്ചേർത്ത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ 9 നമ്പർ ഓഫ് എലമെൻറ്റ്സ് വരുന്നുണ്ട്. ഡയമെൻഷൻ ഓഫ് y 9 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്? ദെൻ നൺ ഓഫ് ദിസ് wp+1 wp+2 etc w9 ഡസ് നോട്ട് ബിലോങ്സ് ടു എക്സ്. ഇപ്പോൾ നമ്മൾ ഈ കൂട്ടിച്ചേർത്ത എലമെൻറ്റ്സ് wp+1 wp+2 മുതൽ w9 വരെയുള്ള എലമെൻറ്റ്സ് എക്സിൽ ഉണ്ടായിരിക്കത്തില്ല. കാരണം എന്താണ്? wp+1 എക്സിലുണ്ടെങ്കിൽ എക്സിൻ്റെ ഒരു ബേസിസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. v1 v2 etc vp, ദെൻ vp+1 etc v8 എന്ന് പറയുന്നതാണ് എക്സിൻ്റെ ബേസിസ്. അപ്പോൾ wp+1 എക്സിലുണ്ടെങ്കിൽ wp+1നെ എനിക്ക് ഈ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? സോറി റീസൺ ഇതായിരുന്നു. wp+1 wp+2 etc w9 എന്നുള്ള എലമെൻറ്റ്സ് എക്സിൽ ഉണ്ടായിരിക്കത്തില്ല. കാരണം wp+1 wp+2 etc w9 എന്നുള്ള എലമെൻറ്റ്സ് എക്സിലുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എക്സ് ഇൻ്റർസെക്ഷൻ വൈയിലുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ ഈ എലമെൻറ്റ്സ് wp+1 wp+2 etc w9 എന്നിവരെയുള്ള എലമെൻറ്റ്സ് എവിടെയുണ്ട്? വൈയിലുണ്ട്. കാരണം വൈഡ് സബ് സ്പേസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്, ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈയുടെ ബേസ് ആണിത്. സോ ക്ലിയർലി wp+1 etc w9 വരെയുള്ള എലമെൻറ്റ്സ് ഓൾറെഡി വൈയിലുള്ള എലമെൻറ്റാണ്. അപ്പോൾ ഈ എലമെൻറ്റ്സ് ഇത്രയും എലമെൻറ്റ്സ് എക്സിലും കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് വൈയിലുമുണ്ട് എക്സിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എലമെൻറ്റ് എന്ന് പറയുന്നത് എക്സ് ഇൻ്റർസെക്ഷൻ വൈയിലുണ്ടായിരിക്കും. wp+1 മുതൽ w9 വരെയുള്ള എലമെൻറ്റ്സ് എക്സ് ഇൻ്റർസെക്ഷൻ വൈയിലുണ്ടെന്ന് കിട്ടും. wp+1 എക്സ് ഇൻ്റർസെക്ഷൻ വൈയിലുണ്ടെങ്കിൽ എക്സ് ഇൻ്റർസെക്ഷൻ വൈയുടെ ബേസിസ് നമുക്കറിയാം. എക്സ് ഇൻ്റർസെക്ഷൻ വൈയുടെ ബേസിസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? v1 v2 etc vp എന്ന് പറയുന്നതാണ് എക്സ് ഇൻ്റർസെക്ഷൻ വൈയുടെ ബേസിസ്. അപ്പം wp+1 എക്സ് ഇൻ്റർസെക്ഷൻ വൈയിലെ എലമെൻ്റ് ആണെങ്കിൽ wp+1നെ എനിക്ക് ഈ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. v1 v2 etc vp വരെയുള്ള എലമെൻറ്റ്സ് ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും പ്രശ്നം വരിക?
നമ്മൾ പറഞ്ഞു കഴിഞ്ഞു V1 V2 എക്സെട്ര VP WP + 1 എക്സെട്ര W9 എന്നുള്ള ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ബേസിസ് ആയതുകൊണ്ട് തന്നെ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആണെങ്കിൽ ഇതിലെ എലമെൻസിനെ എനിക്ക് ഒരിക്കലും ഇതിലെ ഒരു എലമെൻറ്റിനെ പോലും എനിക്ക് ബാക്കിയുള്ള എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റരുത് അല്ലേ. ലീനിയർലി ഡിപെൻഡൻറ്റ് സെറ്റ് ആകുന്ന എപ്പോഴായിരുന്നു? അറ്റ്ലീസ്റ്റ് ഒരു എലമെൻറ്റിനെങ്കിലും ബാക്കിയുള്ള എലമെൻറ്റ്സ് ലീനിയർ കോമ്പിനേഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ സെറ്റ് ലീനിയർലി ഡിപെൻഡൻറ്റ് സെറ്റ് ആയി പോകും. ഇവിടെ WP+1 ഇവിടെ എനിക്ക് WP+1 എക്സിൻ്റെ സെഷൻ വൈയിൽ ഉള്ളതുകൊണ്ട് തന്നെ WP+1 എനിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് WP+1 ഈ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. WP+1 എനിക്ക് ഈ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ എനിക്ക് എന്ത് പറയാം, WP+1 എനിക്ക് ബാക്കിയുള്ള എല്ലാ എലമെൻസിൻ്റെയും ഈ കളക്ഷൻ അങ്ങനെയാണെങ്കിൽ WP+1 എനിക്ക് ബാക്കിയുള്ള ഈ സെറ്റിലെ ബാക്കിയുള്ള എല്ലാ എലമെൻസിൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. ബാക്കിയുള്ള എലമെൻസിൻ്റെ സ്കെയിലാർസ് എങ്ങനെ എടുത്താൽ മതി? WP+2 സ്കെയിലാർസ് മുതൽ W9 വരെയുള്ള എലമെൻസിൻ്റെ സ്കെയിലാർസ് 0 ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ WP+1 എനിക്ക് ബാക്കിയുള്ള എലമെൻറ്റ്സ് ലീനിയർ കോമ്പിനേഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് എന്തായി പോകും? ലീനിയർലി ഡിപെൻഡൻറ്റ് സെറ്റ് ആയി പോകും. പക്ഷേ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് ബേസ് ആയതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. സോ അതൊരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ എന്താ പ്രശ്നം? WP+1 എന്ന് പറയുന്നത് എക്സിൽ ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് ആ ഒരു അസംഷനിൽ നിന്നാണ് നമുക്ക് ഈ ഒരു കോൺട്രഡിക്ഷനിലേക്ക് എത്തിച്ചത്. അതേപോലെ WP+2 ഉണ്ടെങ്കിൽ ഇതേ കേസ് തന്നെ വരും. WP+2 ഇതേപോലെ തന്നെ ഈ എലമെൻറ്റ്സ് ലീനിയർ കോമ്പിനേഷൻ എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് മീൻസ് WP+2 എനിക്ക് ഈ സെറ്റിലെ ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സും ലീനിയർ കോമ്പിനേഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലീനിയർലി ഡിപെൻഡൻറ്റ് സെറ്റ് ആയി പോകും. സോ ദാറ്റ്സ് എ കോൺട്രഡിക്ഷൻ. അതുകൊണ്ട് തന്നെ സിമിലർലി W9 വരെയുള്ള എലമെൻറ്റ്സും ആ കേസ് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ WP+1 മുതൽ W9 വരെയുള്ള എലമെൻറ്റ്സ് ഒരിക്കലും എക്സിലുണ്ടായിരിക്കത്തില്ല. ആ കാര്യം മനസ്സിലാക്കാം. ഡസ് നോട്ട് ബിലോങ്സ് ടു എക്സ്. ഓക്കെ.